ഹായ് എവരിവൺ. നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുവരുന്ന രണ്ട് കണ്ടീഷൻസ് ആണ് ഹിയറിംഗ് ലോസും ഡയബറ്റിക്സും. ഡയബറ്റിക്സും നമ്മുടെ കേൾവിയെ എങ്ങനെ ബാധിക്കുന്നു, ഡയബറ്റിക്സ് ഉള്ളവരിൽ എത്രത്തോളം ഹിയറിംഗ് ലോസ് വരാൻ സാധ്യതയുണ്ട് എന്നതിനെ പറ്റി നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് ട്രാവൻകൂർ ഹിയറിംഗ് സൊല്യൂഷൻസിൻ്റെ ചീഫ് ഓഡിയോളജിസ്റ്റ് വിവേക് സാർ ആണ്. ഹായ് സർ. ഹലോ. ഹായ് സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാർ, ഡയബറ്റിക്സും കേൾവിക്കുറവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഡയബറ്റിക്സും കേൾവിക്കുറവും നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടുവരുന്ന രണ്ട് കണ്ടീഷൻസ് ആണ്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും പ്രായമായവരെയാണ്. ഡയബറ്റിക്സ് ഉള്ളവർക്ക് കേൾവിക്കുറവ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കമ്പയർ ചെയ്യുമ്പോൾ ഡയബറ്റിക്സ് ഇല്ലാത്തവരെ കമ്പയർ ചെയ്യുമ്പം അതേ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക്, ഡയബറ്റിക്സ് ഉള്ളവർക്ക് കേൾവിക്കുറവ് വരാനുള്ള ചാൻസസ് ഏകദേശം ഇരട്ടിയോളമാണ്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക്സ് എപ്പോഴും കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടത് കേൾവിക്കുറവിനും അല്ലെങ്കിൽ കേൾവിക്കും നല്ലതാണ്. സർ, ഹൈ ബ്ലഡ് ഷുഗർ ലെവൽസ് എങ്ങനെയാണ് കേൾവിക്കുറവിനെ ബാധിക്കുന്നത്? രക്തത്തിൽ അമിതമായ അളവിൽ ഷുഗർ കണ്ടൻറ്റ് വരുമ്പോഴത്തേനും, അല്ലെങ്കിൽ റെഗുലറായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഷുഗർ കണ്ടൻറ്റ് വരും, അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് ഡയബറ്റീസ് ഉള്ളവർക്ക് ഈ ഡയബറ്റിക്സ് കൊണ്ട് തന്നെ അവരുടെ ബ്ലഡ് വെസൽസ് റപ്ചേർഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് ഡാമേജ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് കൂടുതലും എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ കോക്ലിയ അല്ലെങ്കിൽ ഇന്നർ ഇയറിനെയാണ്. നമ്മുടെ നെർവ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന, ഓഡിറ്ററി നെർവ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന റീജിയൻ ആയിരിക്കും അത് കൂടുതൽ എഫക്റ്റ് ചെയ്യുക. അങ്ങനെ ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ ബ്ലഡ് സപ്ലൈ കുറയുമ്പോഴത്തേനും നമ്മുടെ ഇന്നർ ഇയറിൻ്റെ പ്രവർത്തനം അത് ബാധിക്കും. അപ്പോഴത്തേനും നമുക്ക് ഒരു സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ് വരാനുള്ള ചാൻസസ് കൂടുതലായിട്ടുള്ളത്. സർ, ഡയബറ്റിക്സ് കൺട്രോൾ ചെയ്തതിനാൽ നമുക്ക് കേൾവിക്കുറവിനെയും കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുമോ? ഡയബറ്റിക്സ് കൺട്രോൾ ചെയ്ത് നിർത്താൻ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. നമുക്ക് മെഡിസിൻസ് ഉണ്ട്, ജീവിതശൈലികളുണ്ട്. പക്ഷേ ഒരിക്കൽ അല്ലെങ്കിൽ ഡയബറ്റിക്സ് കൊണ്ട് വരുന്ന കേൾവിക്കുറവ് എപ്പോഴും ഞരമ്പിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക്സ് കൺട്രോളായി കഴിഞ്ഞാലും കേൾവിക്കുറവിനെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് അല്ലെങ്കിൽ നെർവ് വീക്ക്നെസ് വരുമ്പോൾ ഒരിക്കലത് വന്നു കഴിഞ്ഞാൽ അത് സ്ലോലി പതിയെ എന്ന് പറയുമ്പോഴത്തേനും കൊല്ലങ്ങളെടുത്തായിരിക്കും മിക്കവാറും അത് കൂടുന്നത്, ഇൻക്രീസ് ആവുന്നത്, കേൾവിക്കുറവ് കൂടുന്നത്. ഡയബറ്റിക്സ് കൺട്രോൾ ആയാലും അതുകൊണ്ട് വരുന്ന ഹിയറിംഗ് ലോസ് പക്ഷേ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ഈ പറഞ്ഞ പോലെ ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് പതിയെ കൂടിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. സർ, ഡയബറ്റിക്സ് ഉള്ളവർ കേൾവിക്കുറവിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഡയബറ്റിക്സ് ഉള്ളവരിൽ ഇല്ലാത്തവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേൾവിക്കുറവ് വരാനുള്ള ചാൻസസ് ഇരട്ടിയോളമാണ്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ വരുന്നത്. കേൾവിക്കുറവ് വന്നു കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ്. അതുകൊണ്ട് തന്നെ അത് വളരെ പതിയെ ആയിരിക്കും പ്രോഗ്രസ് ചെയ്യുന്നത്. ഇനിഷ്യൽ സ്റ്റേജസിൽ നമുക്കത് ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. പ്രോഗ്രസ് ഭയങ്കര സ്ലോ ആയതുകൊണ്ട് തന്നെ അത് വരുന്ന ആൾക്ക് അല്ലെങ്കിൽ ഹിയറിംഗ് ലോസ് വരുന്ന ആൾക്ക് കേൾവിക്കുറവുണ്ട് എന്നുള്ളൊരു അവയർനെസ് അല്ലെങ്കിൽ ഒരു തോന്നൽ ഉണ്ടാവാൻ തന്നെ നല്ല സമയമെടുക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഡയബറ്റീസ് എപ്പോഴും കൺട്രോൾ ചെയ്ത് നിർത്തുന്നതാണ് ഒരു സൊല്യൂഷൻ. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസ് ഉള്ള വ്യക്തിയേക്കാൾ കൂടുതൽ അവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവർക്കായിരിക്കും ഇയാൾക്ക് ഡയബറ്റീസ് അല്ലെങ്കിൽ കേൾവിക്കുറവുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് വരിക. അത് നമ്മൾ ഡെയിലി ഉള്ള അവരുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, മുന്നേ റെസ്പോണ്ട് ചെയ്യുന്ന സൗണ്ട്സിനോട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള മുറിയിൽ നിന്ന് എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ വ്യക്തമാവുന്നില്ല, അല്ലെങ്കിൽ ടി വിയുടെ വോളിയം കൂട്ടി വെക്കാൻ പറയുന്നു. എപ്പോഴും ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സംസാരത്തിനിടയ്ക്ക് നമ്മൾ വർത്തമാനം പറയുമ്പോൾ അവർ റിപ്പീറ്റ് ചെയ്യാൻ ചോദിക്കും. അതായിരിക്കും കുറച്ചും കൂടി ഈസി നമുക്കൊരു കണ്ടുപിടിക്കാൻ. അപ്പം ഡയബറ്റിക്സ് കൊണ്ട് ഇത് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഡയബറ്റിക്സ് എപ്പോഴും കൺട്രോൾ ചെയ്ത് നിർത്താൻ ശ്രമിക്കുക. ഡയബറ്റിക്സ് വന്നു എന്ന് പറഞ്ഞാൽ ഉടനെ കേൾവിക്കുറവ് വരണമെന്നില്ല. അത് മോസ്റ്റ് ഓഫ് ദി ടൈം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഡയബറ്റീസിനാണ് ഈ ഒരു കേൾവിക്കുറവ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. സർ, ഡയബറ്റിക്സ് ഉള്ളവർക്ക് ഹിയറിംഗ് എയ്ഡ്സിൽ എന്തെങ്കിലും സ്പെഷ്യൽ ടൈപ്പ് ഉണ്ടോ? ഡയബറ്റിക്സ് ഉള്ളവർക്ക് നോർമലി നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് തന്നെയാണ്, അല്ലെങ്കിൽ പെർമനൻറ്റ് ഹിയറിംഗ് ലോസ് ആണ്. അത് വന്നു കഴിഞ്ഞാൽ റിവേഴ്സിബിളും അല്ല. അതുകൊണ്ട് തന്നെ നോർമലി നമുക്കുള്ള ഒരു ഹിയറിംഗ് എയ്ഡ്സ് തന്നെ ഡയബറ്റിക്സ് ഉള്ളവർക്കും നമുക്ക് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കാറ്റഗറി അല്ല സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സ് അങ്ങനെയില്ല.
ഈ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൺവെൻഷണൽ ഹിയറിംഗ് എയ്ഡ്സ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് ചിലപ്പോൾ നമ്മുടെ കേൾവിക്കുറവ് എത്ര ശതമാനം ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തായിരിക്കും ഹിയറിംഗ് എയ്ഡ്സ് നമ്മൾ ചൂസ് ചെയ്യുക. അതിപ്പോൾ നമുക്ക് ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന ഇൻവിസിബിൾ മോഡൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ കസ്റ്റം പ്രൊഡക്ട്സ് ആയിരിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ റിസീവർ ഇൻ ദി കനാൽ RIC മോഡൽസ് ആയിരിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് BT ബിഹൈൻഡ് ദി ഇയർ ഹിയറിംഗ് എയ്ഡ്സും നമുക്ക് ഉപയോഗിക്കാം. അത് പേഷ്യൻസിൻ്റെ ചോയ്സാണ്. രണ്ടാമത്തെ കാര്യം, എത്ര ശതമാനം കേൾവിക്കുറവുണ്ടെന്നുള്ളതിനെ ബേസ് ചെയ്താണ് നമ്മൾ അത് ചൂസ് ചെയ്യുന്നത്. ഇതാണ് ബേസിക്കലി ഉള്ളത്. ഡയബറ്റിക്സ് ഉള്ളവർ റെഗുലർ ആയിട്ട് ചെക്കപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഹിയറിംഗിൻ്റെ? ഡയബറ്റിക്സ് ഉള്ളവർ കേൾവിക്കുറവ് വരാനുള്ള ചാൻസസ് അധികമാണ്, അല്ലെങ്കിൽ ഇരട്ടിയോളമാണ്. അതുകൊണ്ട് തന്നെ റെഗുലർ ഇൻ്റർവെൽസിൽ അല്ലെങ്കിൽ ഒരു ഇത്ര നിശ്ചിത സമയത്തിൽ അവർ കേൾവി പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരിക്കൽ കേൾവിക്കുറവ് സംശയിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് കേൾവി കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പോയി റേഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കേൾവി പരിശോധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി കേൾവിക്കുറവുണ്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഐഡിയലി എല്ലാ കൊല്ലവും ഒന്ന് റീവാലുവേഷൻ അല്ലെങ്കിൽ ഒന്നും കൂടെ കേൾവി പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ഇതിനിടയിൽ നമുക്ക് തോന്നുകയാണ്, ഈ ഒരു കൊല്ലത്തിനകത്ത് നമുക്ക് തോന്നുകയാണ് കേൾവി മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ മുന്നത്തെ അത്രയും അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട് കൂടിയിട്ടുണ്ട്, കേൾക്കാനുള്ള ബുദ്ധിമുട്ട് കൂടിയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 6 മാസത്തിൽ പോയി ഇവാലുവേറ്റ് ചെയ്യുന്നതും നല്ലതായിരിക്കും. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്താൽ മാത്രം പോരാ, ഒരു ഹിയറിംഗ് എയ്ഡ് വെക്കുന്നതും അത് കോപ്പപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനൊക്കെ ഈ കേൾവിക്കുറവിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വളരെ നല്ലതായിരിക്കും. ഒരുപാട് കേൾവിക്കുറവ് കൂടിയതിന് ശേഷം നമ്മൾ പോയിട്ടൊരു ഹിയറിംഗ് എയ്ഡ് വെക്കുന്നതും നമ്മൾ ഡയഗ്നോസ് ചെയ്ത് ഇനിഷ്യലി തന്നെ ഒരു ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുന്നതും ഉണ്ടാകുന്ന തമ്മിലുള്ള ക്ലാരിറ്റി വൈസ് ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. അതായത് ഇപ്പം എനിക്ക് കേൾവിക്കുറവുണ്ടെന്ന് എനിക്ക് നല്ലൊരു ബോധ്യമുണ്ടായിരുന്നു, എന്നാലും ഇത് എമർജൻസി അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇത് മാറ്റി വെക്കും. മാറ്റി വെക്കുന്നത് ഓക്കെയാണ്, പക്ഷേ ഒരുപാട്, അതായത് ഒരു 2-3 കൊല്ലം കഴിഞ്ഞാണ് വന്ന് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഹിയറിംഗ് എയ്ഡ് വെക്കുന്നതെങ്കിൽ ആ ഹിയറിംഗ് എയ്ഡ് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്ലാരിറ്റി, അല്ലെ ശബ്ദങ്ങൾക്കുള്ള ക്ലാരിറ്റിയും ഇനിഷ്യൽ സ്റ്റേജസിൽ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ തന്നെ പോയി ടെസ്റ്റ് ചെയ്തു, അതിനുശേഷം ഹിയറിംഗ് എയ്ഡ് വെച്ചു, അപ്പോൾ കിട്ടുന്ന ക്ലാരിറ്റിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ കേൾവിക്കുറവ് വൺസ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലർ ഇൻ്റർവെൽസിൽ വിത്തിൻ എല്ലാ കൊല്ലവും ഈ പറഞ്ഞ പോലെ കേൾവി പരിശോധിക്കുന്നതും ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കേണ്ട ഹിയറിംഗ് ലോസ് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം സർ. ട്രാവൻകൂർ ഹിയറിംഗ് സൊല്യൂഷൻസിനെ പറ്റി കൂടുതൽ അറിയാനായിട്ടും അപ്പോയിൻമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.